നമസ്തേ. ജ്യോതിശാസ്ത്രത്തിൽ 12 രാശികളും 9 ഗ്രഹങ്ങളുമാണുള്ളത്. അതായത് മേടം മുതൽ മീനം വരെയുള്ള രാശികൾ. ഈ രാശികളിൽ ഓരോരോ ഗ്രഹത്തിനും പ്രത്യേക ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അതുപോലെ രാജയോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ശനി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയിലും നിൽക്കുമ്പോൾ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾ ഒരു വ്യക്തിക്ക് അനുഭവിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. രാശിചക്രത്തിൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി. 2.5 വർഷമാണ് ഒരു രാശിയിൽ ശനി സ്ഥിതി ചെയ്യുന്നത്. വലിയ കണ്ണും മുരടിച്ച രോമവും കറുപ്പ് നിറവും വാദപ്രകൃതിയും അലസനും മടിയനുമാണ് ശനി. അഹങ്കാരം, ദേഷ്യം ഇവയെല്ലാം ഉണ്ടാക്കുന്നതും പതനമുണ്ടാക്കുന്നതും അസ്വാസ്യങ്ങൾ എന്നിവ മൂലം കഷ്ടതകൾ അനുഭവിപ്പിക്കുന്നതും ശനിയാണ്. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യപ്പെടുന്ന ഒരു ഗ്രഹവുമാണ് ശനി. ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവൻ്റെ മോശപ്പെട്ട ഭാഗങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ മനുഷ്യർ ആത്മീയ പ്രകാശത്തിന് ആഗ്രഹിക്കുകയും അങ്ങനെയുള്ള അവസരങ്ങളിൽ മനുഷ്യരുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ഉത്കൃഷ്ടപ്രദ പ്രാപ്തിക്ക് തയ്യാറാക്കുന്ന ഗ്രഹമാണ് ശനി. ക്ഷമ, ഏകാഗ്രത, സ്ഥിരോത്സാഹം എന്നിവയ്ക്ക് കാരകനാണ് ശനി. ശശിമംഗള യോഗപ്രദനായി ജാതകത്തിൽ ബലവാനായി അനുകൂല ഭാവത്തിൽ ശനി നിന്നാൽ ജാതകനെ വലിയ പ്രതാപനാക്കുന്നതാണ് ഈ ശനി. നീചരാശിയായ മേടത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവൻ അറിവില്ലാത്തവനും കാപട്യമുള്ളവനും ബന്ധുബലമില്ലാത്തവനുമാകുന്നു. വൃശ്ചികത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് പട്ടാളം, പോലീസ് എന്നീ വകുപ്പുകളിൽ ജോലി കിട്ടുവാൻ സാധ്യത വളരെ കൂടുതലാണ്. താടനം എന്നിവ നടത്തുകയോ അതിനുള്ള അധികാരം ലഭിക്കുകയോ ചെയ്യുന്നു. ശനി മിഥുനം, കന്നി എന്നീ രാശികളിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ സുഖവും ധനവും കുറയുന്നവനും എഴുത്ത്, വിദ്യ എന്നിവയിൽ തോൽവിയാണ് ഫലം. എന്നാൽ പല കാര്യങ്ങളിലും നായകത്വം വഹിക്കുന്നവനായിരിക്കും. ഇടവത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ സമ്പത്തില്ലാത്തവനും പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവനും ഭാര്യയെ തേടി നടക്കുന്നവനുമായിരിക്കും. കർക്കിടകത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിച്ചാൽ ധനവും മാതാവും നഷ്ടപ്പെടുന്നവനും അറിവില്ലാത്തവരും പല്ലുകൾക്ക് വൈകൃതമുള്ളവനുമായിരിക്കുന്നതാണ്. ചിങ്ങത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിച്ചാൽ പ്രാരാബ്ധവും ദുഃഖവും അനുഭവിക്കുന്നതാണ്. പുത്രന്മാർ ഉണ്ടാകുകയില്ല, മാന്യത നഷ്ടപ്പെടും. ധനുവിലോ മീനത്തിലോ ശനി നിൽക്കുമ്പോൾ ജനിച്ചാൽ സൽഭാര്യയും പുത്രാദികളും ഉണ്ടാകും. അനീതിയെ എതിർക്കുന്നവനും സർക്കാരുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരുമായിരിക്കും. ദീർഘായുസ്സും ജീവിതത്തിൻ്റെ അന്ത്യകാലത്തിൽ സുഖവും അനുഭവിക്കുന്നവരാണ്. മകരത്തിലോ കുംഭത്തിലോ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ തൊഴിലാളികളുടെ മേധാവിത്വ സ്ഥാനം വഹിക്കുന്നതാണ്. ഐശ്വര്യവും ധനവും ഉണ്ടാകും. തുലാത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ എന്തിൻ്റെയെങ്കിലും നായകത്വം വഹിക്കുന്നവനും പ്രസിദ്ധനുമാകും. ധനവാനും സുഖിമാനുമായിരിക്കും.